ശ്രീകുമാർ, ഔചിത്യമാണ് പ്രശ്നം. അത് ആരോപണം ഉന്നയിക്കുന്നതിലെ ഔചിത്യമില്ലായ്മയാണോ, മറുപടികളിലെ ഔചിത്യമില്ലായ്മയാണോ, ഈ ദുരന്ത സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ സന്ദർശനങ്ങളിലെ ഔചിത്യമില്ലായ്മയാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? നോക്കൂ ശ്രീമതി സ്മൃതി, നമ്മുടെ നാട് രാഷ്ട്രീയമായിട്ട് വളരെയധികം വിവേകമുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ ചില പ്രസ്ഥാനങ്ങളിലെ ചില നേതാക്കൾക്ക് സംഭവിക്കുന്ന ചില ബുദ്ധിമോശമാണ് ഇതിൻ്റെയൊക്കെ കാരണം ഇതിലൊരു രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പ്രളയം ഉണ്ടാവുകയും അതുപോലെ തന്നെ മഴ കനക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ക്യാമ്പുകളിലൊക്കെ ഇങ്ങനെ പരാതിയും പരിഭവവും ഒക്കെ ഉണ്ടാവും. പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കും, ഭരണപക്ഷം അതിനെ എതിർക്കും. അതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ CPM-ൻ്റെ മുന്നണിയെ തോൽപ്പിച്ച, പിണറായി വിജയനെ തോൽപ്പിച്ച ഒരു തലമുറയുടെ വിവേകത്തെക്കുറിച്ച് ഇപ്പോഴും CPM ബോധവാന്മാരായിട്ടില്ല. അതായത് ഇപ്പോൾ CPM-ൻ്റെ ഇപ്പോഴത്തെ അവരുടെ വക്താക്കളായിട്ട് വരുന്നത് മുഴുവൻ നിരാശാബാധിതരായ ഒരു കൂട്ടമാണ്. അവരുടെ കൈകളിലാണ് ഇന്ന് CPM. അവരാണ് വക്താക്കളായിട്ട് വരുന്നത്. അത് രാജേഷ് ആയാലും രാജീവ് ആയാലും ശിവൻകുട്ടി ആയാലും അവരുടെ എന്നും അവർ പരിഹാസവും അല്ലെങ്കിൽ നുണയും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ VD സതീശനെ ആക്ഷേപിക്കുമ്പോൾ ഇന്നത്തെ യുവതലമുറ എന്താ കാണുന്നത്? അദ്ദേഹം കഴിച്ചൊരു ആഹാരത്തെക്കുറിച്ചാണ് അവരുടെ സംസാരം മുഴുവൻ. ഇന്നിപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇവർ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയല്ല. ആഹാരം കഴിക്കുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. വസ്ത്രം ധരിക്കുന്നത്, എന്ത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ ഇവരല്ലേ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ രീതിയിലേക്ക് ആ പാർട്ടി തരം താഴുന്നതെന്ന് ചോദിച്ചാൽ നിരാശാബാധിതരുടെ ഒരു കരച്ചിൽ എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ശ്രീകുമാർ, തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും സംഭവിക്കുന്നതാണ്. ഇന്ന് നിങ്ങളാണെങ്കിൽ അടുത്ത തവണ മറ്റവർ എന്ന രൂപത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പ്രതിപക്ഷത്തുള്ളവർ ഇനിയൊന്നും പ്രതിപക്ഷം എന്ന നിലയിലേക്ക് പ്രതികരിച്ചുകൂടാ എന്നായിക്കൂടാ? അല്ല, ഞാൻ പറഞ്ഞ അതല്ല. ഞാൻ ആ ഭാഗത്തിലേക്ക് വന്നപ്പോഴാണ് സ്മൃതി ഇടപെട്ടത്. ഔചിത്യം എന്ന് ചോദിച്ചില്ല എന്നോട്. ഔചിത്യത്തോടെ പെരുമാറാം. ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണെങ്കിലും പ്രളയമാണെങ്കിലും മഴക്കെടുതിയിലെ ഗവൺമെൻറ് ഉണ്ടെന്ന് പ്രവർത്തിച്ചില്ലെങ്കിലൊക്കെ മാന്യമായ ഭാഷയിൽ സംസാരിക്കാം. അതിന് VD സതീശൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് എടുത്തു പറയുകയല്ല വേണ്ടത്. അത് ഇപ്പോൾ ചൂരമീൻ കഴിക്കുന്ന ഒരു കാര്യം ദിവാകരൻ ഒരു പ്രമുഖ CPM നേതാവിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ആ കാലത്ത് പോലും അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. കാരണം അതൊരു വാർത്തയോ വിഷയമല്ല. ഇന്നത്തെ യുവതലമുറ, പുതിയ ജനറേഷൻ്റെ ഒരു ട്രെൻഡ് VD സതീശൻ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിലൊക്കെ പ്രതികരണം ആ രീതിയിലേക്ക് ഒതുക്കി പോകുന്നത്. കാരണം CPM ഇപ്പോഴും പഴയ കാലത്ത് ജീവിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ശ്രീകുമാർ, ഒറ്റ കാര്യം, ഈ ദുരന്തമുഖത്ത് സംസ്ഥാനം നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി എന്തൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് അങ്ങീ പറയുന്ന പ്രതിപക്ഷത്തെ വിടൂ, ജനം നോക്കിക്കാണുമല്ലോ. പിറ്റേ ദിവസം ഈ മഴ ദുരന്തത്തിന് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ആദ്യ പേജിൽ വരുന്ന പരസ്യം എന്നുള്ളത് ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി ചിരിച്ചു നിന്ന് നാടമുറിക്കുന്ന ചിത്രമാണ്. അതിൽ ഒരു ഔചിത്യക്കുറവ് അങ്ങേക്ക് തോന്നിയില്ലേ? അല്ലാതെ ഔചിത്യക്കുറവല്ലല്ലോ അത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലിത് 2018 പ്രളയമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് CPM-ൻ്റെ മുഴുവൻ ആക്ഷേപങ്ങളും. അത് പാടില്ല. ഇതിപ്പോൾ 2-3 ജില്ലകൾ നടന്ന സമയം എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ്. മഴക്കെടുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുതുമയുള്ള കാര്യമല്ല. അത് ഞാൻ പറഞ്ഞത്. അത് ആ രീതിയിൽ അതിൻ്റെ സ്ഥിരം സംവിധാനമുണ്ട് ശ്രീമതി സ്മൃതി. അതിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരമുള്ള ഒരുപാട് സംവിധാനമുണ്ട്. അവരെ നിയന്ത്രിക്കുകയേ വേണ്ടൂ. അത് കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ വിഷയമില്ല. ഇപ്പോൾ ഈ ക്യാമ്പിലത്തെ വിഷയം തന്നെ ഇപ്പോൾ സന്ദീപ് ഭാര്യ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നത്തെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് മുമ്പ് കഴിയുന്നില്ല, പകച്ചു നിൽക്കുന്നു മുഖ്യമന്ത്രി. അതിനർത്ഥം എന്താ വെച്ചാൽ ഞങ്ങൾ ഭരിച്ചാൽ മാത്രമേ ഇതൊക്കെ ശരിയാകൂ എന്നുള്ളതല്ലേ? ആ അഹങ്കാരത്തോടുകൂടിയുള്ള ഒരു അഹങ്കാരത്തിൻ്റെ അംശം കലർന്നിട്ടുണ്ട് എന്നുള്ളൊരു ഭാഷ ഇപ്പോഴവർ പ്രയോഗിക്കുകയാണ്. ഞങ്ങളെ പറ്റുള്ളൂ ഭരിക്കാൻ, നിങ്ങൾക്കൊന്നും ഭരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഏത് തലമുറയോടാണ് പറയുന്നത്? ന്യൂജൻ എന്ന് പറയുന്നതും ജെൻസി എന്ന് പറയുന്നതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അവർക്കൊന്നും ഇതൊരു വിഷയമല്ല. ഇപ്പോൾ ഈ 2 ദിവസത്തെ CPM-ൻ്റെ ഈ VD സതീശനെതിരായിട്ടുള്ള 2 ദിവസത്തെ പ്രചരണം കൊണ്ട് തന്നെ അവരുടെ അവർക്ക് യുവതലമുറയിലിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അവഹേളനം എത്രയാണെന്നറിയാം അവരെക്കുറിച്ചുള്ളത്, ഒരു അവമതിപ്പ് എത്രയാണെന്നറിയാമോ? അതിവർ മനസ്സിലാക്കുന്നില്ല. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ. അതുപോലും ഒരു തരത്തിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയെ മറ്റ് പരിപാടികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഏകോപനം നടത്തുന്നു. അന്ന് മുഴുവൻ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുള്ളതാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ആ രീതി വേണ്ടതില്ല എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ
ഇപ്പോൾ നേരത്തെ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രി പറയുന്ന ഒരു കണക്ക് വേറെ, റവന്യൂ മന്ത്രി നൽകുന്ന മറ്റൊരു കണക്ക് വേറെ. അത് പലരും ക്യാമ്പിൽ നിന്ന് പോയതുകൊണ്ടാണെന്ന് പറഞ്ഞത്. പക്ഷേ ആത്യന്തികമായി പുറത്തു വരുന്ന ഒരു കണക്ക് എന്നുള്ളത് ശരിയായ കണക്കായിരിക്കണമല്ലോ. വൈകുന്നേരം ഒരു കൃത്യമായ കണക്കിലേക്ക് എത്തണമല്ലോ. ആ കണക്ക് തന്നെ വേറെ വേറെ കണക്കുകളാണെങ്കിൽ പിന്നെ ഇതിലെന്താണ് ഏകോപനം എന്ന വാക്കിന്റെ അർത്ഥം? അതായത് ഇതൊരു നല്ല ചോദ്യമാണ്. ഈ ഏകോപനം എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ നമ്മുടെ വികേന്ദ്രീകൃതമായ ഒരു പരിപാടി നമ്മൾ കേരളം 10 വർഷമായിട്ട് കണ്ടിട്ടില്ല. എല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് വേറൊരാളും പറയാൻ പാടില്ല. അതാണ് ഇപ്പോൾ കോവിഡ് കാലത്ത് ആദ്യം പത്രസമ്മേളനം നടത്തിയ ഒരു ആരോഗ്യമന്ത്രിയെ മാറ്റിയിട്ട് പിന്നെ അത് മുഖ്യമന്ത്രി ഏറ്റെടുത്ത് നമുക്കറിയാമല്ലോ. അന്ന് തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അന്ന് അവതരിപ്പിച്ച കണക്കുകളൊക്കെ ശരിയായിരുന്നു. കോവിഡ് കാലത്തെ മരണമൊക്കെ അതൊക്കെ എത്രയോ തെറ്റിപ്പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഏകോപനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആധുനിക സംവിധാനത്തിലെ ഏകോപനം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ ഇതിലൊരു ജാടയുടെ പ്രശ്നം കൂടി ഉണ്ട് ശ്രീമതി സ്മൃതി. നമ്മൾ ചിലതൊക്കെ നമ്മൾ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ജാട കാണിക്കണം. എവിടെയെങ്കിലും ഒരു ദുരന്ത സ്ഥലത്ത് പോവുക, എന്നിട്ട് കുറച്ച് നേരം മഴ കൊള്ളുക, എന്നിട്ട് അവിടെ ഒരു കുടയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറ ഇഷ്ടപ്പെടുന്നില്ല. കാര്യങ്ങൾ നടക്കണമെന്നുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമെയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് നടത്താവുന്ന കാര്യമാണെങ്കിൽ അവിടെ ജാട കാണിക്കേണ്ട ആവശ്യം എന്താ? ഈ ചേർത്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അതാണ് ഈ CPM ഇപ്പോഴും വളർന്നിട്ടില്ല. അവരുടെ പണ്ട് AK ബാലൻ പറഞ്ഞു CPM-നെ പൂതലിച്ചു പോകുന്നൊരു ഭാഷ അദ്ദേഹം പ്രയോഗിച്ചു. വിശേഷണം പൂതലിക്കുക എന്ന് വെച്ചാൽ ജീർണിക്കുക എന്ന അർത്ഥം. അപ്പോൾ അവരുടെ ബുദ്ധി ജീർണിച്ചു, ബുദ്ധി പൂതലിച്ചു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനല്ല ഒരു പ്രതിപക്ഷം നേരിടേണ്ടത്. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ശ്രീമതി സ്മൃതി എന്ന് എടുത്തു നോക്കൂ. അവർ ഒരു വ്യക്തി കേന്ദ്രീകൃത ആക്ഷേപ VD സതീശനെതിരെ. ആദ്യം അവർ കറണ്ട് കട്ടിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ PM ശ്രീയുടെ കാര്യം പറഞ്ഞു, പിന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യം പറഞ്ഞു, പിന്നെ കറണ്ട് കട്ടിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അവസാനം പണ്ട് അവർ തന്നെ തള്ളിക്കളഞ്ഞ നമ്മുടെ ആ പുനർജനിയുടെ വിഷയം കൊണ്ടുവന്നു. ഇങ്ങനെ എല്ലാ വിഷയത്തിലും അവർക്ക് തിരിച്ചടി കിട്ടി. ഇപ്പം എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ആഹാരശൈലി. അത് പറയുന്നത് കേൾക്കണേ CPM നേതാക്കൾ. സത്യം പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ കേരളം ഭരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? അവരുടെ കേരളത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഈ കാര്യം രേഖപ്പെടുത്തില്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ ആഹാര രീതിയെ പരിഹസിച്ച ഒരു പാർട്ടി അത് ഗൗരവത്തോടെ കാണണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മുടെ നാട്ടിലെ എഴുത്തുകാരൊക്കെ മിണ്ടുന്നില്ലല്ലോ. ഒരു ആഹാര രീതിയെക്കുറിച്ച് പരിഹസിച്ചപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിൻ്റെ വിഭവങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ ശ്രീമതി സ്മൃതി? എത്ര മന്ത്രിമാർ ഊണ് കഴിച്ചു? ആരെങ്കിലും അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? ഈ പ്രതിപക്ഷ നേതാക്കൾ ഏതൊക്കെ ഹോട്ടലിൽ പോയിട്ട് എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളത് നമുക്കറിയോ? അതൊരു വീട്ടിൽ പോയപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ താല്പര്യം, ഒരു ആഗ്രഹം, ഒരു മുഖ്യമന്ത്രി വന്നപ്പം ഒരു പടം എടുത്തിട്ടു. അതുമേ പിടിച്ചിട്ടാണോ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ആക്ഷേപം ഉന്നയിക്കുന്നത്? അവർക്ക് മാന്യമായിട്ട് ഉന്നയിക്കാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതിൽ മിന്നൽ പ്രളയമാണെന്നും മിന്നൽ മഴയാണെന്നും ഇത് മേഘവിസ്ഫോടനമാണെന്നും ജനങ്ങൾക്കറിയാം. പക്ഷേ ഇത് മേഘവിസ്ഫോടനമല്ലെന്നും ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു പ്രളയമാണെന്നും ഒരു പ്രതിപക്ഷ പാർട്ടി 5-10 വർഷം പഠിച്ചൊരു പ്രതിപക്ഷ പാർട്ടി പറയുമ്പോൾ ജനം വിശ്വസിക്കില്ല. അതിൽ ഞാൻ ഈ CPM നേതാവ് ക്യാമ്പിൽ പോയിട്ട് ആ വൃദ്ധയായ അമ്മയെക്കുറിച്ച് കൊണ്ട് പറയിപ്പിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് ഇവരുടെ സ്ഥിര ശൈലിയാണ്. അതൊന്നൊരു പുതുമയില്ല, ആരും വിശ്വസിക്കില്ല. അതൊക്കെ നമ്മുടെ നാട്ടിലത്തെ ജനങ്ങളെല്ലാം പരിഹാസത്തോടെ കാണുള്ളൂ. പക്ഷേ CPM-ന് ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ CPM ഇക്കാലത്ത് ഇത്രത്തോളം രാഷ്ട്രീയമായിട്ട് അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ എന്ന് വെച്ചാൽ കൃത്യമായൊരു വിവേചനത്തോടുകൂടി ഔചിത്യത്തോടുകൂടി ഭരണപക്ഷത്തെ വിമർശിക്കാൻ അവർക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ ഗോവിന്ദമാഷ്ട പ്രസ്താവന നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം. പകച്ചു നിൽക്കുന്നു, ഭരിക്കാൻ പക്വതയില്ലാതെ നിൽക്കുന്നു, വിറങ്ങലിച്ച് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ചവരെ ജനം പുറത്താക്കിയത് 2 മാസം മുമ്പല്ലേ? അപ്പോഴും അഹങ്കാരം തീർന്നിട്ടില്ല. ഇത് ജനം വിശ്വസിക്കുമോ? VD സതീശൻ എന്ന മുഖ്യമന്ത്രി നടത്തുന്ന കാര്യങ്ങളും പ്രളയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും MLA-മാർ, മന്ത്രിമാർ, പണ്ട് മന്ത്രിമാർ ആരെങ്കിലും അഭിപ്രായം പറയുമായിരുന്നോ? ഇപ്പോൾ AP അനിൽകുമാറിനാണ് ചുമതല, അദ്ദേഹം പറയും. വിഷ്ണുനാഥ് അഭിപ്രായം പറയും. അതുപോലെ തന്നെ എല്ലാ മന്ത്രിമാരും MLA-മാർക്ക് ഇന്ന് അവരുടെ കാര്യങ്ങൾ പറയാം. പണ്ട് സജി ചെറിയാൻ അറിയാമല്ലോ, അന്ന് അദ്ദേഹം എത്രത്തോളം അദ്ദേഹം ചെങ്ങന്നൂരിലത്തെ കാര്യം പറഞ്ഞു. അപ്പോൾ അന്ന് ഒരു പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞില്ലല്ലോ, നിങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നല്ലല്ലോ പറഞ്ഞത്. അന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ കൂടെ പോവുകയല്ലേ ചെയ്തത്. അപ്പോൾ വെറുതെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുക, എന്നിട്ട് ഒരു ഹെലികോപ്റ്റർ ഒരു യാത്ര മുഖ്യമന്ത്രി വിശദീകരിച്ച ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ജനങ്ങൾക്ക് മനസ്സിലായി. പിന്നെ CPM വിശദീകരിച്ച ആര് കേൾക്കാനാണത്? അപ്പോൾ CPM-ൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പുതിയ കാലത്തേക്ക് ചിന്തിക്കൂ. പഴയകാല രാഷ്ട്രീയം 1957, 60, 70 ഈ വൃദ്ധമാതാക്കളെ നിങ്ങൾ ഒരുപാട് പറ്റിച്ചിരുന്നു. അവരുടെ കൂരകളിലും കുടിലുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരുപാട് പറ്റിച്ചിരുന്നു.
ആ പറ്റിച്ച ആ കാലത്ത് നിന്ന് നിങ്ങൾ മാറിയിട്ടില്ല, നിങ്ങളുടെ ബുദ്ധി മാറിയിട്ടില്ല. ശ്രീ ശ്രീകുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ വിശദീകരണം അങ്ങേക്ക് എത്രത്തോളം ബോധ്യമാകുന്നതാണ്? ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് ശരിയാണ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ വന്നിരിക്കുന്ന കരാറാണ്. ആ കരാർ അടുത്ത മാസം 19-നെ അവസാനിക്കുകയുള്ളൂ. അതിനുശേഷം ആ കരാർ തുടരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതവിടെ നിൽക്കട്ടെ. അപ്പോഴും ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ അത് ഔദ്യോഗിക ആവശ്യത്തിനാണെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ, വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പകുതി പറഞ്ഞ് അത് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതില്ല എന്ന രൂപത്തിൽ ഒരു മറുപടി നൽകുന്നത് എന്തിനാണ്? ഒരു മുഖ്യമന്ത്രി ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് പൗരൻ്റെ കടമയാണ്. ആ വിശ്വാസം പ്രതിപക്ഷം ഒരിക്കലും മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളത് രാഷ്ട്രീയ സത്യവുമാണ്. അതുകൊണ്ട് അതൊരിക്കലും ആ വിവാദം അവസാനിക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്, ആ ഹെലികോപ്റ്ററിൻ്റെ ഞാനായിട്ട് ആ ഹെലികോപ്റ്ററിന് നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. സ്റ്റേറ്റിന് അതേ അറിയേണ്ട കാര്യമുള്ളൂ, ജനങ്ങൾക്കത് അറിയാൻ കാര്യമുള്ളൂ. മുഖ്യമന്ത്രി സ്വന്തമായ രീതിയിൽ സ്റ്റേറ്റിൻ്റെ ഹെലികോപ്റ്റർ എടുത്തിട്ട് പോയതില്ലേ സ്റ്റേറ്റിന് എത്ര നഷ്ടം, അതാണ് ചോദ്യം. ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. കാരണം മുൻ ഗവൺമെൻറ് വാടക കൊടുത്ത ഹെലികോപ്റ്ററാണ് അദ്ദേഹം എടുത്തത്. അതിൽ അദ്ദേഹം പറഞ്ഞ ന്യായീകരണത്തെ വിശ്വസിക്കാം. കാരണം മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, വിശ്വസിക്കാതിരിക്കുക. അത് ആ പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കും, വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ള ബാധ്യത ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഉള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി നുണയെ പറയൂ, കള്ളം കള്ളം കള്ളം. ഈ CPM അവരുടെ ഒരു നയമാണ് ഇപ്പോൾ. നുണ, പരിഹാസം, അശ്ലീലം, ഇത് 3 CPMൻ്റെ നയമായിട്ട് കുറേ കാലമായി. ഇപ്പോൾ അവർ കഴിഞ്ഞ 2 മാസമായിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അവർ ഈ നുണ എന്നുള്ളത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കള്ളം പറയുക, കള്ളം പറയുക. ഇങ്ങനെ കള്ളം പറയാന്ന് വെച്ചാൽ ആരോടാ പറയുന്നത്? ഈ ദിവസവും ഈ സോഷ്യൽ മീഡിയയും പത്രവും TV ഒക്കെ കാണുന്ന ജനങ്ങളോട്. ഇപ്പോൾ ആ ദുരിതാശ്വാസ ക്യാമ്പിലത്തെ ആ അമ്മൂമ്മയുടെ അഭിപ്രായത്തെക്കുറിച്ച് വന്ന കാര്യം തിരിച്ചടിയായോ CPMന്? നാളെ ഇവർ സത്യം പറഞ്ഞാൽ തന്നെ ജനം വിശ്വസിക്കുമോ? അപ്പോൾ CPM ചിന്തിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ജനം വിശ്വസിക്കാത്തൊരു സമയമായത്. കാരണം നിങ്ങൾ തോറ്റതെന്നാന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാകാതെ, നിങ്ങൾ തോറ്റ എന്തുകൊണ്ടാണെന്ന് പാർട്ടി പ്രവർത്തകർക്ക് പോലും ബോധ്യപ്പെടാത്തൊരു കാലത്ത് നിങ്ങൾ ആരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഈ പ്രളയ ദുരിതാശ്വാസ സമയത്ത് ഗവൺമെൻറ് എടുക്കുന്ന ചില നടപടികളുണ്ട്. ആ നടപടികൾ കൃത്യമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. 102 MLA-മാരുടെ മണ്ഡലങ്ങളുണ്ട് ഇവിടെ. ആ 102 MLA-മാർ നോക്കിക്കോളും. ബാക്കിയുള്ള 35 MLA-മാരുടെ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് നോക്കുന്നതെന്ന് അവർ നോക്കിക്കോളും. അതല്ലാണ്ട് ഇവരിപ്പോൾ ഒരു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ യോഗം ചേർന്നിട്ട് ഇവർക്ക് ഭരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നു. നമ്മൾ 5 വർഷം ഈ VD സതീശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തൊട്ട് തുടങ്ങിയതാ. തൃക്കാക്കര കഴിഞ്ഞു, പുതുപ്പള്ളി കഴിഞ്ഞു, പാലക്കാട് കഴിഞ്ഞു, വയനാട് കഴിഞ്ഞു, നിലമ്പൂർ കഴിഞ്ഞു, ഇപ്പോൾ ചേലക്കര കഴിഞ്ഞു, ഇപ്പോൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എന്നാലും VD സതീശനെ ഇവരെ വിമർശിച്ചാൽ, എപ്പോഴും നെഗറ്റീവായിട്ട് ഒരാളെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നവർ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ജനം നിരീക്ഷിക്കും, പഠിക്കും. അതുകൊണ്ട് അപ്പോൾ ആ വ്യക്തി ചെയ്ത തെറ്റെന്താണ്? ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ കൃത്യമായിട്ട് തന്നെ VD സതീശൻ പറഞ്ഞപ്പോൾ നാളെ അന്വേഷിക്കാമല്ലോ. ആരാണ് വാടക കൊടുത്തിട്ടത്? 25 ലക്ഷം രൂപ വാടക കൊടുത്തിട്ടത്. താൻ പോയാലും പോയില്ലെങ്കിലും ആ വാടക കൊടുക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആരാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്? അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ വാർത്ത മാത്രമേ ഇവർക്ക് ഉദ്ദേശമുള്ളൂ. ഒരു CPMനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂതകാലത്തിനും ഭാവി കാലത്തിനും വർത്തമാനത്തെ കാണുന്നതിനൊപ്പം തന്നെ ഭൂതകാലത്തിൽ അഭിരമിക്കാതെ വർത്തമാനകാല സവിശേഷത മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാനായിട്ട്. അല്ലെങ്കിൽ AK ബാലൻ പറഞ്ഞ പോലെ ബുദ്ധിയും പൂതലിച്ചു പോകും. Debate with Smriti Parathikkad.